ഇല്ല അസാധ്യമായതില്ല, ദൈവത്താൽ അസാധ്യമൊന്നുമില്ല. ഇല്ല ഇല്ല അസാധ്യമായതില്ല, ദൈവത്താൽ അസാധ്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന എന്ന വിഷയമാണല്ലോ. വീണ്ടും അതിനെക്കുറിച്ച് അല്പകാര്യം കൂടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനെ കുറിവാക്യമായിട്ട് 2 വേദഭാഗങ്ങൾ നമുക്ക് വീണ്ടും വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വളരെ ശക്തമായി പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. അനേക ദൈവദാസന്മാർക്ക് വേണ്ടി, അനേക ദൈവദാസിമാർക്ക് വേണ്ടി ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചു. പത്രോസ് അപ്പോസ്തലന് വേണ്ടി നമ്മുടെ കർത്താവ് ചെയ്ത കാര്യങ്ങൾ തൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭത്തിലും തൻ്റെ ഭൂമിയിലെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഭാഗങ്ങളിലും നമ്മുടെ കർത്താവ് ചെയ്ത സംഭവങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ അടയാളത്തിലൂടെ അത്ഭുതമായി ചെയ്ത അവസാനത്തെ സംഭവമാണ് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു. ബ്രേക്ക്ഫാസ്റ്റിന് കൂട്ടുവാൻ ചെറിയ മീൻ പിടിക്കുവാൻ കടന്നുപോയ പത്രോസും കൂട്ടുകാരും രാത്രി മുഴുവൻ വല വീശിയിട്ടും ഒന്നും കിട്ടാതിരിക്കുമ്പോൾ യേശുക്രിസ്തു ആ കടലിൻ്റെ തീരത്ത് വന്ന് പടകിൻ്റെ വലത്തുവശത്ത് വല വീശുവാൻ പറഞ്ഞു. വല വലിച്ചപ്പോൾ 153 ഏറ്റവും വലിയ മീൻ ആ വലയിലൂടെ ലഭിച്ചുവെന്ന് നാം വായിച്ചു. അവർ പ്രതീക്ഷിച്ചത് ചെറിയ മീനാണ്. ആ കാലങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിന് റൊട്ടിയുടെ കൂടെ ചെറിയ മീൻ ചുട്ട് അവർ ഭക്ഷിക്കാറുണ്ട്. അത് പ്രതീക്ഷിച്ചാണ് കടന്നുപോയത്. എന്നാൽ കർത്താവ് അവർക്ക് കൊടുത്തത് ആ കടലിലെ ഏറ്റവും വലിയ 153 മീനിനെയാണ് കൊടുത്തത്. അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്, അവിടേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അവിടെ വലിയൊരു അത്ഭുതമെന്ന് പറയുന്നത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച വേദഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ എടുത്ത് യോഹന്നാൻ അപ്പോസ്തലൻ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 60 വർഷം കഴിഞ്ഞ്, ഈ സംഭവം കഴിഞ്ഞ് 60 വർഷത്തോളം കഴിഞ്ഞാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഈ കാര്യം, ഈ സുവിശേഷം എഴുതിയതെന്നാണ് വേദശാസ്ത്രികൾ അഭിപ്രായപ്പെടുന്നത്. 60 വർഷം കഴിഞ്ഞ് ഈ സംഭവം എഴുതുമ്പോൾ അദ്ദേഹം ഒരു വാചകം, 1-2 വാക്കുകൾ ചേർത്തു, അത് മറന്നില്ല. 11-ാമത്തെ വാക്യം, ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. എന്ന് പറഞ്ഞാൽ ഈ വലിയ മീൻ പിടിക്കാൻ കഴിയുന്ന വലയല്ലത്, ചെറിയ മീൻ പിടിക്കുന്ന വലയാണ്. 153 വലിയ മീൻ അതിനകത്ത് കയറിയിട്ടും അത് കീറിയില്ല. അതാണ് അത്ഭുതം. അവർ പ്രതീക്ഷയ്ക്കപ്പുറമായി കർത്താവ് പ്രവർത്തിച്ചെന്ന് മാത്രമല്ല, ആ വല നഷ്ടപ്പെടാത്ത വിധത്തിൽ ദൈവം പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമായിട്ടാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ഏറ്റവും ഒടുവിൽ ചെയ്ത അത്ഭുതമാണ്. 153 വലിയ മീൻ ലഭിച്ചെന്ന് മാത്രമല്ല, ആ മീൻ അതിനകത്ത് കയറിയിട്ട വല കീറിയില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ
നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് സാധ്യതയില്ലെന്ന് തോന്നും. നീ പ്രതീക്ഷിക്കുന്ന ആ അവസ്ഥയിൽ നീ ചിന്തിക്കുമ്പോൾ സാധ്യതയില്ലെന്ന് തോന്നും. എന്നാൽ നിന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. 153 വലിയ മീൻ കൊടുത്തെന്ന് മാത്രമല്ല, അവർ കരയിൽ വരുമ്പോൾ തന്നെ അവരെന്തു പ്രതീക്ഷിച്ചാണോ കടലിലേക്ക് മീൻ പിടിക്കാൻ കടന്നുപോയത്, അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? 9-ാമത്തെ വാക്യം, അവർ കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. നോക്കുക, അവരെന്തിനു വേണ്ടിയാണ് പോയത്? അത് ലഭിക്കാതെ നിരാശരായി വരുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി അപ്പവും മീനും ഒരുക്കി കാത്തിരിക്കുന്ന കർത്താവാണ്. നിനക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന കർത്താവാണ് നിൻ്റെ ദൈവം എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മറ്റൊരവസരത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷയുടെ ആരംഭത്തിൽ നടന്ന അടയാളം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയ സംഭവം നമുക്കറിയാം. അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ആ വിവാഹ വീട്ടിലെ പ്രധാന വിഭവമാണ് വീഞ്ഞ്. അത് തീർന്നുപോയി. തീർന്ന സന്ദർഭത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ തൻ്റെ മാതാവ് മറിയ വിവരം അറിയിച്ചപ്പോൾ നമ്മുടെ കർത്താവ് ആ കുടുംബത്തിന് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്തു. അതാണ് അതിലത്തെ സംഭവം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്ത വീട്ടിലുള്ള ആളുകൾ അറിയാതെ, അവരറിയുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ആ കുടുംബത്തിലെ പോരായ്മ പരിഹരിച്ചു. പ്രിയ സഹോദര, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സഹോദരി, കുഞ്ഞുങ്ങളെ, നമ്മുടെ ഒരു വിഷയം നമ്മുടെ കർത്താവിനെ അറിയിക്കുമ്പോൾ മറ്റൊരാൾ അറിയുന്നതിന് മുമ്പ് തന്നെ, മറ്റൊരാൾ അറിയാതെ തന്നെ നമുക്ക് വേണ്ടി മറുപടി തരുവാൻ കഴിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അവിടെ നമ്മുടെ കർത്താവ് പറഞ്ഞ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പി. അവർ വെള്ളം നിറച്ചു. കലവറയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന വിരുന്നുവാഴിയെ കൊണ്ട് പരിശോധിപ്പിക്കാൻ പറഞ്ഞു. വിരുന്നുവാഴി രുചിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ, അതെവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളിനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ, സാധാരണ വിവാഹ വീട്ടിൽ ആദ്യം വിളമ്പുന്നത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്, പിന്നീട് സെക്കൻഡ് ക്വാളിറ്റിയാണ് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെയും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഫസ്റ്റ് ക്വാളിറ്റിയാണ് കൊടുത്തത്. സാധാരണ സെക്കൻഡ് ക്വാളിറ്റി കൊടുക്കുന്ന പതിവാണ്. എന്നാൽ വിരുന്നുവാടി രുചിച്ചു നോക്കിയപ്പോൾ പറയുന്നു, ആദ്യം കൊടുത്തതിനേക്കാൾ നല്ല വീഞ്ഞാണിത്. മനുഷ്യനുണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലത് ഫസ്റ്റ് ക്വാളിറ്റി ആദ്യം അവിടെ വിളമ്പി. രണ്ടാമത് കൊടുത്തത് മനുഷ്യനുണ്ടാക്കിയതല്ല, കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്താണ്. എന്ന് പറഞ്ഞാൽ, മനുഷ്യനുണ്ടാക്കാവുന്ന ഫസ്റ്റ് ക്വാളിറ്റിയേക്കാൾ ബെസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ. നിൻ്റെ ബുദ്ധി കൊണ്ട്, നിൻ്റെ പണം കൊണ്ട്, നിൻ്റെ ആരോഗ്യം കൊണ്ട് നിനക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. നല്ല വീട് പണിയാൻ കഴിയും, നല്ല ജോലി നേടുവാൻ കഴിയും, ഒത്തിരി നല്ല കാര്യങ്ങൾ. അതെല്ലാം നിൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ക്വാളിറ്റിയാണ്. നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും നല്ലതും നിനക്ക് തോന്നുന്നത് നിനക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ അതിനകത്ത് നമ്മുടെ കർത്താവ് കൂടെ പ്രവർത്തിക്കുമ്പോൾ നീ ചെയ്യുന്ന ഫസ്റ്റ് ക്വാളിറ്റിയേക്കാൾ ബെസ്റ്റ് ക്വാളിറ്റി ആയിത്തീരും.
നോക്കുക, നാം ചോദിക്കുന്ന പോലൊരു മറുപടിയല്ല, നനയ്ക്കുന്ന പോലൊരു മറുപടിയല്ല. അവിടെ വീഞ്ഞു തീർന്നപ്പോൾ തൽക്കാലം വീഞ്ഞു കൊടുത്ത് മറ്റുള്ള ആളുകൾ അറിയാതെ കാര്യം പരിഹരിക്കാൻ ആഗ്രഹിച്ച, എന്നാൽ അതിനേക്കാൾ ബെസ്റ്റാണ് ദൈവം കൊടുത്തത്. ഇങ്ങനെയാണ് നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു സ്ഥലത്ത് ആയിരുന്ന സന്ദർഭത്തിൽ വലിയ കൂട്ടം ആളുകൾ കർത്താവിനെ അന്വേഷിച്ച് കടന്നു വന്നു. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, വലിയ പുരുഷാരം യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ പുരുഷാരത്തെ കണ്ട് യേശുക്രിസ്തു മനസ്സലിഞ്ഞ് അവരുള്ള രോഗികളെ സൗഖ്യമാക്കി. അനേക ആളുകൾ വന്ന് സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, മീറ്റിംഗ് പിരിച്ചുവിടുക, ഈ സ്ഥലം മരുഭൂമിയാണ്, നേരവും വൈകി, വലിയ കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട്, നേരം വൈകുന്നു, ഇവിടെ മരുഭൂമിയാണ്, അവർക്ക് ഭക്ഷിക്കുവാൻ ആഹാരം ലഭിക്കത്തില്ല, അതുകൊണ്ട് യോഗം പിരിച്ചുവിടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കർത്താവ് പറഞ്ഞു, അവർ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അവർ പറഞ്ഞു, ഏതാണ്ട് പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000 ഉണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നു, സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ അവിടെയുണ്ട്. അതുകൊണ്ട് അവർ പറയുകയാണ്, ഇവിടെ 5 അപ്പവും 2 മീനും അല്ലാതെ ഒന്നുമില്ല, പിന്നെ എങ്ങനെ കൊടുക്കാൻ കഴിയും, അതുകൊണ്ട് യോഗം പിരിച്ചുവിടെ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അതെൻ്റെ അടുക്കൽ കൊണ്ടുവരിക, എൻ്റെ കയ്യിൽ തരിക. അവർ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. കർത്താവ് സ്വർഗത്തിലേക്ക് ഉയർത്തി വാഴ്ത്തി നുറുക്കി അവരുടെ കയ്യിൽ കൊടുത്തു, ശിഷ്യന്മാരുടെ കൊടുത്തു. ശിഷ്യന്മാർ പുരുഷാരത്തെ പന്തിയായി ആ പുൽപ്പുറത്തിരുത്തി അവർക്ക് വിളമ്പിക്കൊടുത്തു. അതിനുശേഷം ശേഷിച്ച കഷ്ണങ്ങൾ പെറുക്കിയെടുത്തപ്പോൾ 12 അപ്പോസ്തലന്മാർ 12 കൊട്ടയിലാണ് അപ്പം കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവർ 12 കൊട്ട നിറച്ച് എടുത്തു. നോക്കുക, 5 അപ്പവും 2 മീനും അല്ലാതെ ഒന്നുമില്ലെന്ന് പറഞ്ഞ ആ ശിഷ്യന്മാരെ 12 പേരുടെ കയ്യിൽ ആ പുരുഷാരത്തിന് 5000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വേറെ ഇത്രയും ആളുകൾക്ക് ആഹാരം കൊടുത്തതെന്ന് മാത്രമല്ല 12 കൊട്ടയോടെ നിറച്ചെടുക്കത്തക്ക വിധത്തിൽ നമ്മുടെ കർത്താവ് പ്രവർത്തിച്ചു. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരിക്കൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു സ്ഥലത്തൂടെ കടന്നു പോവുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറേ അവൻ മുമ്പോട്ട് ഓടി യേശുവിനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. യേശു ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. നോക്കുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ യേശുവിനെ കാണണമെന്ന് വലിയ താല്പര്യം. അതായത് നീളക്കുറവാണ്. വലിയ ആളുകൾ, നീളമുള്ള വലിയ കൂട്ടം ആളുകൾ യേശുവിൻ്റെ ചുറ്റും കൂടെ നടന്നു പോകുന്നത് കൊണ്ട് യേശുവിനെ അവനെ നേരിട്ട് കാണുവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി യേശു കടന്നു പോകുന്ന വഴി മുൻകൂട്ടി മനസ്സിലാക്കി യേശു പോകുന്ന സ്ഥലത്തുള്ളൊരു മരത്തിൻ്റെ മുകളിൽ സക്കായി കയറിയിരുന്ന് യേശു പാസ് ചെയ്യുമ്പോൾ ആ തലയെങ്കിലും ഒന്ന് കാണാം, മുഖമെങ്കിലും ഒന്ന് കാണാം എന്നാഗ്രഹിച്ച് ആ മരത്തിൽ സക്കായി ഇരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നടന്ന് ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കുവാൻ പോവുകയാണ്. നോക്കുക, സക്കായി ആഗ്രഹിച്ചത് എന്താണ്? യേശു എങ്ങനെ ഉള്ള ആളാണെന്നൊന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ അതിലെ പാസ് ചെയ്യുമ്പോൾ തലയെങ്കിലും കാണണമെന്ന്
ആ മുഖമെങ്കിലും ഒന്ന് കാണുവാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ആ മരത്തിൻ്റെ മുകളിലിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം മനസ്സിലാക്കി നമ്മുടെ കർത്താവ് പറയുക, ഇന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കാൻ പോവുകയാണ്, ഒരു ശല്യവുമില്ലാതെ ഇന്ന് രാത്രി മുഴുവൻ എന്നെ കാണത്തക്ക വിധത്തിൽ നിൻ്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു വരുന്നു. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയ പിതാവേ, പ്രിയ മാതാവേ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നിങ്ങളുടെ ദൈവം. നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കും. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു സംഭവം നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു പ്രത്യേക കുളത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആ കുളത്തിൽ ദൂതൻ ചില സമയത്ത് വന്ന് വെള്ളം കലക്കും. ആ സമയത്ത് ആദ്യം ഇറങ്ങുന്ന രോഗി സൗഖ്യം പ്രാപിക്കും. 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എന്നാൽ 30 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നുവെന്ന് അറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. നോക്കുക, ആ കുളത്തിൻ്റെ അരികിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നു. ഒരുപാട് രോഗികൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ കർത്താവ് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ 38 വർഷമായി സൗഖ്യം പ്രതീക്ഷിച്ച് ആ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നൊരു മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞു. യേശുക്രിസ്തു അവൻ്റെ അരികിൽ വന്നു. യേശുക്രിസ്തു അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് പറഞ്ഞാൽ അവൻ ഒത്തിരി പ്രതീക്ഷിച്ചു. അവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ വെള്ളം കലങ്ങുമ്പോൾ ആ കുളത്തിലിറങ്ങുവാൻ ചെല്ലുമ്പോൾ മറ്റൊരു തനിക്ക് മുമ്പ് ഇറങ്ങും. അങ്ങനെ പല നാളുകൾ ശ്രമിച്ചിട്ടും നടക്കാതെ നിരാശനായി അവിടെ കിടക്കുകയാണ്. യേശു ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? അപ്പോൾ അവൻ തടസ്സങ്ങൾ പറഞ്ഞു. എന്നെ ഹെൽപ്പ് ചെയ്യുവാൻ ആരുമില്ല, എന്നെ സഹായിക്കുവാൻ ആരുമില്ല. യേശു പറഞ്ഞു, നീ കിടക്കയെടുത്ത് നടക്കാം. ഉടനെ അവൻ എഴുന്നേറ്റു കിടക്കയെടുത്ത് നടന്നു. പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, അവൻ ഇന്നലെ വരെ കണ്ടത് കുളത്തിലിറങ്ങുന്നവർ സൗഖ്യം പ്രാപിക്കുന്ന, എന്നാൽ കുളത്തിലിറങ്ങാതെ തന്നെ സൗഖ്യം തരുവാൻ കഴിയുന്ന കർത്താവാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇന്നലെ വരെ കണ്ടതുപോലെയല്ല ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്നത്. ഇന്നലത്തെ അനുഭവമല്ല ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഇന്നലെ വരെ ആർക്കും വേണ്ടി ചെയ്യാത്തത് നിനക്ക് വേണ്ടി ചെയ്യുവാൻ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, നിനക്ക് മനസ്സുണ്ടോ? ആ യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ മടുത്തു പോകാതെ നീ പ്രാർത്ഥിക്ക, എപ്പോഴും പ്രാർത്ഥിക്ക. ഒന്നിനെക്കുറിച്ചും നീ വിചാരപ്പെടരുത്, ഉത്കണ്ഠാകുലരാകരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയിലൂടെ നിന്റെ ആവശ്യങ്ങൾ അപേക്ഷയായി ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്ന് പറഞ്ഞാൽ നിന്റെ ആവശ്യങ്ങളെല്ലാം ദൈവത്തെ അറിയിച്ചാൽ മാത്രം മതി. അവിടെ മറുപടി ഉണ്ട്, അവിടെ വിടുതലുണ്ട്. ഇന്നലെ നീ കണ്ടതുപോലെയല്ല ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. ഇന്ന് നിനക്ക് വേണ്ടി പുതിയത് ചെയ്യുവാൻ പോകുകയാണ്. നമ്മുടെ കർത്താവ് പുതിയത് എന്ന കർത്താവാണ്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യും. പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എഫെസോസിലുള്ള സഭയ്ക്ക് താൻ ഒരു കത്തെഴുതി.
അതാണ് എഫേസ്യർക്കുള്ള ലേഖനം എന്ന് നമ്മൾ വായിക്കുന്നു. എഫേസ്യ ലേഖനം, അതിനകത്ത് ആ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 വർഷത്തോളം ആ ദേശത്ത് ചെന്ന് അദ്ദേഹം പ്രവർത്തിച്ചു. അന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് എഫസോസ്. അവിടുത്തെ ക്ഷേത്രവും അവിടുത്തെ ഓഡിറ്റോറിയം ഒക്കെ ലോകപ്രസിദ്ധമായ സ്ഥലമാണ്. പുരാതന കാലത്തെ വിരലിലെണ്ണുവാനുള്ള അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു എഫസോസിലെ ക്ഷേത്രം. അവിടുത്തെ ഓഡിറ്റോറിയം ഒക്കെ അത്ഭുതങ്ങളായിരുന്നു. അങ്ങനെ പ്രസിദ്ധമായ, ആ കാലത്ത് പ്രസിദ്ധമായ നഗരത്തിൽ ചെന്ന അദ്ദേഹം സുവിശേഷം അറിയിച്ചു. വലിയ കൂട്ടം ആളുകൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വലിയൊരു സഭ സ്ഥാപിക്കപ്പെട്ടു. തിമോത്തിയോസിനെ അദ്ദേഹം അവിടുത്തെ പാസ്റ്ററായിട്ട് നിയമിച്ചു. അതിനുശേഷം അദ്ദേഹം ചില കാരണങ്ങൾ കൊണ്ട്, താൻ ചെയ്യാത്ത ചില തെറ്റുകൾ കൊണ്ട് റോമിലെ കാരാഗ്രഹത്തിൽ വിചാരണ തടവുകാരനായി കിടക്കുമ്പോൾ എഫെസോസ് സഭയുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ആ സഭയെ ഉറപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ അവരെ അറിയിച്ച് അവരെ ബലപ്പെടുത്തുവാൻ വേണ്ടി താൻ ഒരു കത്ത് എഴുതി കൊടുത്തു വിട്ടു. കത്തിനകത്ത് പല പ്രാർത്ഥനകളുണ്ട്. 3-ാം അധ്യായത്തിൽ ആ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി തീർന്നിരിക്കുന്ന പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞ് അദ്ദേഹം ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ 20-ാം വാക്യം മുതൽ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ചില കാര്യങ്ങൾ ദൈവസ്ഥിതി വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമ്മുടെ ദൈവം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ മാത്രമല്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെ മാത്രമല്ല, അതിനേക്കാൾ അത്യന്തപരമായി പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് അദ്ദേഹം പറയുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിപ്പാനുള്ളത്, നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, നീ ചോദിക്കുന്ന വിഷയങ്ങൾ, നീ നനയ്ക്കുന്ന വിഷയങ്ങൾ, നീ ചിന്തിക്കുന്ന പോലെയല്ല, നീ പ്രാർത്ഥിക്കുന്ന പോലെയല്ല, അതിനേക്കാൾ അത്യന്തപരമായി പ്രവർത്തിപ്പാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പ്രാർത്ഥിക്കുമോ? മടുത്തു പോകാതെ താങ്കൾ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ നാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെടരുത്. വീണ്ടും പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതം ചെയ്യും. ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. സഖറിയാവ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, അദ്ദേഹം വിവാഹം കഴിച്ച് എലിസബത്ത് എന്ന് പറഞ്ഞ തൻ്റെ ഭാര്യയുമായി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദീർഘവർഷങ്ങൾ പ്രാർത്ഥിച്ചു. അനേക വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സാധ്യതകൾ തീർന്നു എന്ന് വിചാരിച്ച് അദ്ദേഹം പോലും ആ പ്രാർത്ഥന എഴുതി തള്ളി. എന്നാൽ വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വൃദ്ധനായിരിക്കുമ്പോൾ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുവാൻ തനിക്ക് നറുക്ക് വീണു. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് കടന്നു ചെന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അദ്ദേഹത്തിൻ്റെ അരികിൽ ദേവാലയത്തിനുള്ളിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, സഖറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. നോക്കുക, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അദ്ദേഹം പറയുന്നത് എങ്ങനെ സംഭവിക്കാനാ? ഞാൻ വയസ്സ് ചെയ്യുന്നു, എൻ്റെ ഭാര്യയെ വയസ്സ് ചെയ്യുന്നു, ഞങ്ങൾ വൃദ്ധരായിരിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം സംശയിച്ചു. തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവിശ്വാസം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നാൽ നമ്മളൊരു കാര്യം അറിയണം, അദ്ദേഹം എഴുതിത്തള്ളിയ വിഷയമാണെങ്കിലും യോഹന്നാൻ എന്ന് പറയുന്നൊരു മകനെ ദൈവം കൊടുത്തു. ആ യോഹന്നാനെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയാണ്. പിന്നെ കർത്താവ് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് പറഞ്ഞ യോഹന്നാൻ വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ച ആളുകളെക്കുറിച്ച് കർത്താവ് പറയുക, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായ ആരുമില്ല.
നോക്കുക, എഴുതിത്തള്ളിയിരിക്കുന്ന വിഷയമാണ്. ഇനി നടക്കത്തില്ലെന്ന് ചിന്തിച്ച വിഷയമാണ്. എന്നാൽ ദൈവം കൊടുക്കുമ്പോൾ ഏറ്റവും വലുത്, അന്ന് വരെ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള അനുഗ്രഹമാണ് ദൈവം കൊടുത്തത്. കാരണം യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കമാണ് പഴയ നിയമം എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടവും പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് യേശുക്രിസ്തു വരുന്നതിനെക്കുറിച്ച് അവർ പ്രവചിച്ചുകൊണ്ടിരുന്നു. അവരെല്ലാം ദൂരെ നിന്ന് കണ്ട് നമസ്കരിച്ച് അന്യരും പരദേശികളെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ച് അവർ മടങ്ങിപ്പോയി. എന്നാൽ യോഹന്നാൻ ഏറ്റവും വലിയവനാകുവാൻ കാരണം, യോഹന്നാൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യോഹന്നാൻ പ്രവചനമായിട്ട് പറഞ്ഞു, എന്നെ പിന്നാലെ ഒരുത്തൻ വരുന്നു, പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്ന ഒരുത്തൻ വരുന്നു, അവനാണ് വലിയവൻ, വരുന്നു വരുന്നു എന്ന് പറഞ്ഞ് 400 വർഷം ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് ജനത്തിന് ദൈവിക സന്ദേശം ലഭിച്ച് മാനസാന്തരത്തിലേക്ക് ജനം കടന്നു വന്ന് ആളുകൾ പാപം ഏറ്റുപറഞ്ഞ് യോഹന്നാൻ്റെ അടുക്കൽ വന്ന് പാപം ഏറ്റുപറഞ്ഞ് യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെടുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഒരാൾ വരുന്നുണ്ട്. അങ്ങനെ ആളുകൾ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ ഒരു അടയാളം ദൈവം കൊടുത്തിട്ടുണ്ട്. നീ സ്നാനപ്പെടുത്തുമ്പോൾ ഒരാളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, ആൾ യേശുക്രിസ്തു ആയിരിക്കും. അങ്ങനെ യോഹന്നാൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തു കടന്നു ചെന്നു. എല്ലാവരും പാപം ഏറ്റുപറയുന്നു, പാപം ഏറ്റുപറയാതെ ഒരാൾ വന്നിരിക്കുന്നു. യോഹന്നാൻ ശ്രദ്ധിച്ചപ്പോൾ അത് കർത്താവാണെന്ന് മനസ്സിലായി. യോഹന്നാൻ പറഞ്ഞു, അങ്ങയാലാണ് ഞാൻ സ്നാനപ്പെടേണ്ടത്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞില്ല, ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കണം, നീ എന്നെ സ്നാനപ്പെടുത്താൻ പറഞ്ഞു. സ്നാനപ്പെടുത്തിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപുരൂപത്തിൽ വന്നു. യോഹന്നാൻ കണ്ണുകൊണ്ട് കണ്ടു. അത് കഴിഞ്ഞ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, തൊട്ട് കാണിച്ചു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടും തൊട്ട് കാണിച്ചു. അതാണ് ഏറ്റവും വലിയ പ്രവാചകനായി തീർന്നത്. നോക്കുക, പ്രതീക്ഷ അസ്തമിച്ച സ്ഥാനത്ത് ഏറ്റവും വലിയ പ്രവാചകനെ ദൈവം കൊടുത്തെങ്കിൽ, സഹോദര സഹോദരി, പിതാവേ മാതാവേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ പിന്നെ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങൾ പലപ്പോഴും നിരാശരായി തീർന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രതീക്ഷിച്ച സമയത്ത് പ്രതീക്ഷിച്ചതുപോലെ മറുപടി ലഭിക്കാതെ വന്നപ്പോൾ നിരാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സെക്കറിയാവിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ വിഷയത്തിൻ്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യണമേ. നാസറേനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വാസ മറുപടി അവകാശമാക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസാധ്യമായതൊന്നുമില്ല, അസാധ്യമായതൊന്നുമില്ല, ഇല്ല ഇല്ല അസാധ്യമായതില്ല, ദൈവത്താൽ അസാധ്യമൊന്നുമില്ല, ഇല്ല ഇല്ല അസാധ്യമായതില്ല, ദൈവത്താൽ അസാധ്യമൊന്നും